പശ്ചിമ ബംഗാളിലെ സിലിഗുഡി ട്രെയിൻ അപകടത്തിന് കാരണം ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതിനെ തുടർന്നുള്ള പിഴവാണെന്ന് റെയിൽവേ ബോർഡിന്റെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി ലോക്കോ പൈലറ്റുമാരുടെ സംഘടന രംഗത്തുണ്ട്. റെയിൽവേ സുരക്ഷാ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും മുൻപ് അപകടത്തിന്റെ ഉത്തരവാദിത്തം മരിച്ച ലോക്കോ പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് സംഘടന പ്രതികരിച്ചു. 9 പേരാണ് ട്രെയിൻ അപകടത്തിൽ മരിച്ചത്. ട്രെയിൻ അപകടമുണ്ടായ പാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, ഈ ലോക്കോ പൈലറ്റ് കൂടി മരിച്ച അപകടമായിരുന്നു ഇത്. ലോക്കോ പൈലറ്റിന്റെ സിഗ്നൽ ശ്രദ്ധിക്കാതെയുള്ള പിഴവാണ് ഈ അപകടത്തിന് കാരണം എന്ന് എങ്ങനെയാണ് സ്ഥിരീകരിക്കപ്പെട്ടത്? എന്താണ് ഇതിനുള്ള വിയോജിപ്പുകൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെ അപകടമുണ്ടായി മണിക്കൂറുകൾക്കകം റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയ വർമ്മ സിൻഹ ഈ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ച മാനുഷിക പിഴവാണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്ന വിശദീകരണം നൽകിയത്. അത് റെയിൽവേയുടെ സാങ്കേതിക വിദ്യയിലോ മറ്റ് ഓട്ടോമേറ്റഡ് സംവിധാനത്തിലോ പിഴവില്ല എന്ന് വിശദീകരിക്കാനായിരുന്നു അതിലൂടെ ശ്രമിച്ചത്. ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി ഈ ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയടക്കമുള്ള വിവിധ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു വിദഗ്ധ അന്വേഷണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. റെയിൽവേ സുരക്ഷാ കമ്മീഷന്റെ റിപ്പോർട്ട് ഇതുവരെയും തയ്യാറായിട്ടില്ല. അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ ഉത്തരവാദിത്തം ലോക്കോ പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കുന്നത്. മരിച്ചുപോയ ലോക്കോ പൈലറ്റിന്റെ തലയിൽ ഈ ഉത്തരവാദിത്തം കെട്ടിവെച്ച് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് റെയിൽവേയിലെ ഉന്നതർ ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് ഈ തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയം അതീവ പ്രതിഷേധാർഹമാണ് എന്നും ഈ തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ റെയിൽവേ ബോർഡിന്റെ വിശദീകരണം തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന വിവരം എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ആ ലൈനിൽ ഈ അപകടം നടന്ന പ്രദേശത്ത് ഓട്ടോമേറ്റഡ് സിഗ്നലിംഗ് സംവിധാനം ഇന്നലെ രാവിലെ 5:50 മുതൽ തകരാറിലായിരുന്നു എന്നാണ് വിവരം. ഇതിനെ തുടർന്ന് ഈ കാഞ്ചൻജംഗ എക്സ്പ്രസിന് രാവിലെ 8:20-നും ഗുഡ്സ് ട്രെയിനിന് രാവിലെ 8:35-നും കടന്നുപോകാൻ പേപ്പർ ലൈൻ ക്ലിയറൻസ് നൽകിയിരുന്നു എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. സിഗ്നൽ ലഭിച്ച ശേഷം തന്നെയാണ് ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ട്രെയിൻ ഈ ട്രാക്കിലൂടെ മുന്നോട്ട് പോയത് എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. വിദഗ്ധമായ അന്വേഷണം ഈ വിഷയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അപകടത്തിൽപ്പെട്ട ട്രെയിനിന്റെ ഈ 4 ബോഗികൾ ഒഴികെ അപകടത്തിൽപ്പെട്ട 4 ബോഗികൾ ഒഴികെയുള്ള മറ്റ് ബോഗികളിലെ യാത്രക്കാരെ സിയാൽദയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. ഇന്ന് പുലർച്ചെ 3:20 കൊൽക്കത്തയിലെ സിയാൽദയിൽ ഈ യാത്രക്കാർ എത്തിയത്. ഈ അപകടം നടന്ന പ്രദേശത്തെ ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ ഇപ്പോൾ ട്രെയിനുകൾ കടത്തിവിടാൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നോർത്തേൺ ഫ്രോണ്ടിയർ റെയിൽവേ നൽകുന്ന വിവരം. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.